ഹായ് കുഞ്ഞുമക്കളെ, കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മളൊരു പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പാട്ട് എല്ലാവർക്കും പാടിക്കൊടുത്തോ? എന്നിട്ട് എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ? കഴിഞ്ഞ ക്ലാസ്സിൽ പാട്ട് പഠിക്കുക മാത്രമാണോ നമ്മൾ ചെയ്തത്? ഒരു വീടും വരച്ചിട്ടുണ്ടായിരുന്നല്ലേ? നോട്ട് ബുക്കിലെ നിങ്ങളെല്ലാവരും വീട് വരച്ചോ? വീട് വരച്ചിട്ട് അതിൻ്റെ താഴെ വീട് എന്നെഴുതാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എൻ്റെ കുഞ്ഞുമക്കളെല്ലാവരും എഴുതി നോക്കിയോ? എങ്കിലേ ഇന്ന് നമുക്ക് ഒരു വീടുണ്ടാക്കാം. അയ്യോ, നോക്കിയേ, ഇതുകൊണ്ട് എങ്ങനെയാ നമ്മൾ വീടുണ്ടാക്കുക? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ, വീടിന് ചുമരുണ്ട്, തറയുണ്ട്, വാതിലുണ്ട്, ജനലുണ്ട്, മേൽക്കൂരയുണ്ട് എന്നല്ലേ? ദാ അതൊക്കെ ഇവിടെ കാണുന്നുണ്ട് എൻ്റെ മക്കള്. നമുക്കേ ഇതൊന്ന് വീടാക്കി നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? തറയെടുക്കണല്ലേ? ഇതിലെ തറ ഏതാ? ഏതാ? ഇതാണല്ലേ? അപ്പൊ ടീച്ചറെ ഈ തറയെടുത്തു. ദാ ആദ്യം നമ്മുടെ വീടിന് തറ വെച്ചു അല്ലേ? എൻ്റെ മക്കളെല്ലാവരും കണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീടിന് തറയായല്ലേ, ഇനി ഏതാ വെക്കേണ്ടത്? ചുമര് വെക്കണല്ലേ? ഇതില് ചുമര് എവിടെയാ? ഇതാണല്ലേ? എന്നാലേ നമുക്ക് ചുമരും കൂടി വെച്ച് നോക്കാം. ദാ ടീച്ചറെ ചുമര് വെച്ചു. അപ്പൊ തറയായി, ചുമരായി. ഇനി എന്താ വേണ്ടത്? മേൽക്കൂര വേണല്ലേ? ഒന്ന് വേഗം ഇതിൽ നിന്ന് മേൽക്കൂര ഏതാണെന്ന് പറഞ്ഞേ. ഇതാണല്ലേ? എന്നാ നമുക്ക് മേൽക്കൂര കൂടി വെച്ച് നോക്കാം. മേൽക്കൂര എവിടെയാ വെക്കുക? ഇങ്ങനെയാ വെക്കേണ്ടതല്ലേ? ദാ നോക്കിയേ, നമ്മുടെ വീടിന് തറയായി, ചുമരായി, മേൽക്കൂരയായി. ഇനി എന്താ വേണ്ടത്? വാതിൽ വെക്കണല്ലേ? ഇതിലെവിടെ വാതില്? ഇതാണല്ലേ? ടീച്ചറെ വാതിലും കൂടി വെക്കട്ടെ. ഇങ്ങനെയാണോ വീട്? ഇതിലെന്തോ ഒന്നുകൂടി വരാനുണ്ടല്ലോ. ജനല് കൂടി വേണല്ലേ? എന്നാ നമുക്ക് ജനല് കൂടി വെക്കാം.
ദാ ഇപ്പൊ നമ്മുടെ വീട് മുഴുവനായല്ലേ. എന്തൊക്കെയുള്ള നമ്മുടെ വീട്ടില്? തറയുണ്ട്, ചുമരുണ്ട്, മേൽക്കൂരയുണ്ട്, വാതിലുണ്ട്, ജനലുണ്ട്. എൻ്റെ എല്ലാ മക്കൾക്കും നമ്മുടെ വീട് ഇഷ്ടായോ? ദാ ഈ വീട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ, നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ വീടാണല്ലേ. നിങ്ങൾക്ക് ആ കൂട്ടുകാരിയെ കാണണ്ടേ? ആ, കാണണോ? ദാ ടീച്ചർ ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കൂട്ടുകാരി. എന്ത് ഭംഗിയല്ലേ കാണാൻ. ദാ നമ്മുടെ കൂട്ടുകാരിയുടെ ഉടുപ്പൊന്ന് നോക്കിയേ. ഉടുപ്പിന്റെ നിറം എന്താ? ആ, ചുവപ്പാണല്ലേ. നോക്കിയേ, രണ്ട് കൈയിലും നീല വളകൾ ഇട്ടിട്ടുണ്ടല്ലേ. ദാ നല്ല ഭംഗിയില് മുടി കെട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവളുടെ പേരറിയാമോ? അറിയില്ല എങ്കിലേ ടീച്ചർ പറഞ്ഞുതരാലോ. ഈ കൂട്ടുകാരിയുടെ പേരാണ് താര. എന്താ കൂട്ടുകാരിയുടെ പേര്? താര. നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയേ. ആ, എല്ലാരും വിളിച്ചോ? എന്താ വിളിച്ചത്? താര. ദാ ഈ കൂട്ടുകാരിയുടെ പേരെന്താ? താര. ഒന്ന് പറഞ്ഞു നോക്കിയേ, കൂട്ടുകാരിയുടെ പേരെന്താ? താര. താരയ്ക്ക് ഒരു കൂട്ടുകാരിയുണ്ട്. ആരാണെന്നറിയോ? അറിയില്ലേ? എന്നാലേ താരയുടെ കൂട്ടുകാരിയെ പറ്റി ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ആരാണെന്ന് എൻ്റെ കുഞ്ഞുമക്കളെല്ലാവരും കണ്ടുപിടിക്കില്ലേ? എന്നാലേ ടീച്ചർ പറയട്ടെ. കുഞ്ഞി കൊക്കുണ്ട്, കുഞ്ഞി ചിറകുണ്ട്. ഉത്തരം കിട്ടിയോ? ഇല്ലേ? എന്നാ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. അരിമണി കൊത്തി തിന്നും, കിയോം കിയോം കരയും. എങ്ങനെ കരയാ? കിയോം കിയോം കരയും. ഉത്തരം കിട്ടിയോ? ആ, എല്ലാവർക്കും കിട്ടിയോ? എന്നാലേ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആ, കുഞ്ഞിക്കോഴിയല്ലേ. അപ്പോ താരയുടെ കൂട്ടുകാരി ആരാ? കുഞ്ഞിക്കോഴി. കുഞ്ഞിക്കോഴിയെ നിങ്ങൾക്ക് കാണണ്ടേ? ടീച്ചറെ ഇപ്പൊ കാണിച്ചു തരാം. താരയുടെ കൂട്ടുകാരി കുഞ്ഞിക്കോഴി. താരയുടെ കുഞ്ഞിക്കോഴിയെ നമുക്ക് താരയുടെ അടുത്ത് തന്നെ വെക്കാം. ദാ ടീച്ചർ താരയുടെ അടുത്ത് തന്നെ കുഞ്ഞിക്കോഴിയെ വെച്ചു. എൻ്റെ മക്കളെല്ലാവരും കാണുന്നില്ലേ? ദാ താരയുടെ അടുത്ത് തന്നെയുള്ളതല്ലേ കുഞ്ഞിക്കോഴി. ദാ ടീച്ചറെ കുഞ്ഞിക്കോഴി എന്ന് എഴുതിയത് കണ്ടോ? എല്ലാവരും കണ്ടോ? ടീച്ചർ കുഞ്ഞിക്കോഴി എന്ന് എഴുതിയിട്ടുണ്ട്. ദാ കുഞ്ഞിക്കോഴി. ടീച്ചറെ ഇനി പറയുന്ന കാര്യം എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും ശ്രദ്ധിച്ച് കേൾക്കണേ. നേരം പുലർന്നു. ഇത്ര നേരായിട്ടും താര എന്താ വരാത്തത്? കുഞ്ഞിക്കോഴിക്ക് സങ്കടം വന്നു. നേരം വെളുത്തിട്ട് ഇത്ര നേരായിട്ടും താര വന്നില്ലല്ലോ. കുഞ്ഞിക്കോഴി താരയെ കാണാതെ കൂടിന് പുറത്തേക്ക് നോക്കി നിന്നു. ആ, താര വരുന്നുണ്ടല്ലോ. കയ്യിൽ എന്തോ ഉണ്ടല്ലോ. എന്തായിരിക്കും? ആ, കയ്യിലൊരു പാത്രം. എന്നാലും പാത്രത്തിൽ എന്തായിരിക്കും? പാത്രത്തിലെ അരിമണി. ആരാ വന്നത്? ആരാ വന്നത്? താര വന്നു. ആരാ? താര വന്നു. താര വന്നിട്ട് എന്താ ചെയ്തത്? കുഞ്ഞുമക്കളൊന്ന് വേഗം പറഞ്ഞേ. താര വന്നിട്ട് എന്താ ചെയ്തത്? കൂട് തുറന്നു. എന്താ ചെയ്തത്? കൂട് തുറന്നു.
കൂട് തുറന്നപ്പോ ആരാ പുറത്തേക്ക് വന്നത്? പറഞ്ഞു നോക്കിയേ. കുഞ്ഞിക്കോഴി പുറത്തു വന്നു. ആരാ വന്നത്? കുഞ്ഞിക്കോഴി പുറത്തു വന്നു. കുഞ്ഞിക്കോഴി പുറത്തു വന്നപ്പോ താര എന്തോ ചെയ്തല്ലോ. എന്താ ചെയ്തത്? അരി വിതറി. എന്താ ചെയ്തത്? താര അരി വിതറി. താര അരി വിതറിയപ്പോ കുഞ്ഞിക്കോഴി എന്താ ചെയ്തത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. കുഞ്ഞിക്കോഴി എന്തായിരിക്കും ചെയ്തത്? കുഞ്ഞിക്കോഴി അരി തിന്നു. എന്താ ചെയ്തത്? കുഞ്ഞിക്കോഴി അരി തിന്നു. കുഞ്ഞിക്കോഴി അരി തിന്നുന്നത് സന്തോഷത്തോടെ ആരാ നോക്കി നിന്നത്? ആരായിരിക്കും നോക്കി നിന്നിട്ടുണ്ടാവുക? ആ, താര നോക്കി നിന്നു. ആരാ നോക്കിയത്? താര നോക്കി നിന്നു. ഇനി നമുക്ക് താരയും കുഞ്ഞിക്കോഴിയുമായാലോ? എൻ്റെ മക്കളെല്ലാവരും ഒന്ന് താരയും കുഞ്ഞിക്കോഴിയാവാം. ആദ്യം നമുക്ക് താരയാവാം. താരേ, എന്തായിരുന്നു ചെയ്തത്? ആ, നടന്നു വന്നിട്ടുണ്ടായിരുന്നല്ലേ. ദാ ഇപ്പം എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും താരയാണേ. താര എങ്ങനെയാ നടന്നു വന്നത്? എങ്ങനെയാ വന്നത്? ഒന്ന് ടീച്ചർക്ക് കാണിച്ചു തന്നേ, താര എങ്ങനെയാ നടക്കുന്നതെന്ന്. ആ, എല്ലാവരും നടന്നല്ലേ. താരയുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? ആ, ഒരു പാത്രം ഉണ്ടായിരുന്നല്ലേ. അപ്പൊ താര എങ്ങനെയാ പാത്രവും കയ്യിൽ വെച്ച് നടന്നു വരിക? ദാ ടീച്ചറെ കുഞ്ഞുമക്കള് താരയെ പോലെ പാത്രവും കയ്യിൽ വെച്ചൊന്ന് നടന്നു വന്നേ. ആ, എല്ലാരും നടന്നല്ലേ. എങ്ങനെയാ നടന്നത്? പാത്രവും കയ്യിൽ വെച്ച് മെല്ലെ നടന്നു വന്നല്ലേ. നടന്നു വന്നിട്ട് താര എന്താ ചെയ്തത്? എന്തായിരുന്നു ചെയ്തത്? കൂട് തുറന്നല്ലേ. അപ്പോ എൻ്റെ എല്ലാ മക്കൾക്കും കൂട് തുറക്കണ്ടേ? നിങ്ങളാണല്ലോ ഇപ്പൊ താര. അപ്പൊ നമുക്ക് കൂട് തുറന്നു നോക്കാം. എങ്ങനെയാ തുറക്കുക? ഒന്ന് തുറന്ന് കാണിച്ചേ. ആ, എങ്ങനെയാ തുറക്കുക? ദാ ഇങ്ങനെയല്ലേ. എല്ലാവരും തുറന്നില്ലേ? എങ്ങനെ തുറക്കുക? ഒന്ന് കാണിച്ചേ. ആ, എൻ്റെ എല്ലാ മക്കളും കൂട് തുറന്നല്ലോ. കൂട് തുറന്നപ്പോ ആരോ ഒരാൾ പുറത്തു വന്നല്ലോ. ആരായിരുന്നു? ആ, നമ്മുടെ കുഞ്ഞിക്കോഴിയല്ലേ. അപ്പൊ നമ്മൾ ഇനി കുഞ്ഞിക്കോഴി ആവണ്ടേ? എന്നാ ദാ വേഗം മക്കൾ കുഞ്ഞിക്കോഴിയായേ. കുഞ്ഞിക്കോഴി ആയിട്ട് എന്താ ചെയ്യേണ്ടത്? താര കൂട് തുറന്നപ്പോ കുഞ്ഞിക്കോഴി പുറത്തു വന്നതല്ലേ. എന്നാ വേഗം എൻ്റെ മക്കള് കൂട്ടിൽ നിന്നൊന്ന് പുറത്തു വന്നേ. എങ്ങനെയാ വരിക? ആ, എങ്ങനെയാ വരിക? മെല്ലെ കൂടുന്ന് പുറത്തു വന്നല്ലേ. എൻ്റെ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും പുറത്തു വന്നോ? ആ, പുറത്തു വന്നല്ലേ. കോഴിക്കുഞ്ഞു പുറത്തു വന്നപ്പോ താര എന്താ ചെയ്തത്? അപ്പൊ നമ്മള് താരയാവണ്ടേ? എന്നാ വേഗം എല്ലാ മക്കളും താരയായേ. താരയായോ? താര എന്താ ചെയ്തത്? ആ, അരി വിതറിയല്ലേ. എന്നാ വേഗം എൻ്റെ താരക്കുട്ടികള് അരി വിതറിയേ. എങ്ങനെയാ വിതറുക? ദാ അങ്ങനെയാ വിതറല്ലേ. എങ്ങനെയാ വിതറുക? ദാ ഇങ്ങനെ വിതറിയല്ലേ. അപ്പോ എല്ലാവരും അരി വിതറിയോ? അരി വിതറിയപ്പോ കുഞ്ഞിക്കോഴി എന്താ ചെയ്തത്? എന്താ ചെയ്തത്? ആ, അരിമണി കൊത്തി തിന്നല്ലേ. അപ്പോ നിങ്ങൾ കുഞ്ഞിക്കോഴി ആവണ്ടേ?
താരയായാൽ നമ്മളിങ്ങനെ അരിമണി കൊത്തി തിന്ന. അപ്പോൾ വേഗം എൻ്റെ മക്കള് കുഞ്ഞിക്കോഴിയായേ. ദാ എല്ലാവരും ആയോ? ആ, എന്നാ വേഗം അരിമണി കൊത്തി തിന്നേ. എങ്ങനെയാ തിന്ന? എല്ലാവരും കൊത്തി തിന്നോ? എങ്ങനെയാ തിന്ന? ദാ കുഞ്ഞിക്കൊക്ക് കൊണ്ടല്ലേ. ദാ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാവരും അരിമണി കൊത്തി തിന്നില്ലേ? ഇത് കണ്ടപ്പോഴേ ഒരാള് സന്തോഷത്തോടെ നോക്കി നിന്നു. ആരാ നോക്കി നിന്നത്? ആരാ? ടീച്ചറാണോ? അല്ലല്ലേ. അപ്പൊ ആരാ നോക്കി നിന്നത്? നമ്മുടെ താരയല്ലേ. അപ്പൊ എൻ്റെ മക്കളെല്ലാവരും വേഗം താരയായേ. എന്നിട്ട് നമ്മുടെ കുഞ്ഞിക്കോഴി അരിമണി കൊത്തി തിന്നുന്നത് സന്തോഷത്തോടെ ഒന്ന് നോക്കി നിന്നേ. ആ, എല്ലാവരും നോക്കി നിന്നോ? എങ്ങനെയാ നോക്കി നിന്നേ? ടീച്ചർ ഒന്നുകൂടെ കാണട്ടെ. ആ, സന്തോഷത്തോടെ നോക്കി നിന്നല്ലേ. അപ്പോൾ നമ്മുടെ താരയെയും കുഞ്ഞിക്കോഴിയെയും എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നമ്മൾ താരയും കുഞ്ഞിക്കോഴിയായല്ലേ. ഇനി ടീച്ചറെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. എൻ്റെ കുഞ്ഞുമക്കളെല്ലാവരും ശരിയായ ഉത്തരം പറയില്ലേ? ടീച്ചർ ചോദിക്കട്ടെ. ആരായിരുന്നു വന്നത്? ആരാ വന്നത്? താര വന്നു. ആരാ വന്നത്? താര വന്നു. താര വന്നു. താര വന്നു. താര വന്നിട്ടേ എന്താ ചെയ്തത്? എന്താ ചെയ്തത്? ആ, കൂട് തുറന്നു. എന്താ ചെയ്തത്? കൂട് തുറന്നു. ടീച്ചറെ കൂട് തുറന്നു എന്ന് എഴുതട്ടെ. ദാ കൂട് കൂട് തുറന്നു. താര വന്നിട്ട് എന്താ ചെയ്തത്? കൂട് തുറന്നു. കൂട് തുറന്നപ്പോ ആരാ പുറത്തു വന്നത്? ആ, കൂട് തുറന്നപ്പോ കുഞ്ഞിക്കോഴി പുറത്തു വന്നല്ലേ. കുഞ്ഞിക്കോഴി പുറത്തു വന്നപ്പോ താര എന്താ ചെയ്തത്? എന്താ ചെയ്തത്? അരി വിതറി. എന്താ ചെയ്തത്? അരി വിതറി. ടീച്ചറെ അരി വിതറി എന്ന് എഴുതട്ടെ. എൻ്റെ കുഞ്ഞുമക്കള് ശ്രദ്ധിക്കുന്നില്ലേ? ദാ അരി. വിതറി. താര അരി വിതറിയപ്പോ കുഞ്ഞിക്കോഴി എന്താ ചെയ്തത്? കുഞ്ഞിക്കോഴി എന്തായിരുന്നു ചെയ്തത്? അരി തിന്നു. എന്താ ചെയ്തത്? അരി തിന്നു. ടീച്ചർ അരി തിന്നു കൂടി എഴുതട്ടെ. ആ ആ ആ
അരി. തീ. നു. തിന്നു. കുഞ്ഞിക്കോഴി എന്താ ചെയ്തത്? അരി തിന്നു. നമുക്ക് ഒന്നുകൂടി വായിച്ചാലോ? താര വന്നു. താര വന്നു. കൂട് തുറന്നു. കൂട് തുറന്നു. അരി വിതറി. അരി വിതറി. അരി തിന്നു. അരി തിന്നു. താര വന്നു. കൂട് തുറന്നു. അരി വിതറി. അരി തിന്നു. കുഞ്ഞുമക്കളെ, താരയുടെ കുഞ്ഞിക്കോഴിയെ എല്ലാവരും കണ്ടില്ലേ? നമ്മുടെ കുഞ്ഞിക്കോഴിയെ എല്ലാവർക്കും ഇഷ്ടായോ? ആ, ഇഷ്ടായെന്നോ? എങ്കിലേ ടീച്ചറുടെ കുഞ്ഞു മക്കളെ നമ്മുടെ നോട്ട് ബുക്കിൽ നമ്മുടെ കുഞ്ഞിക്കോഴിയെ വരച്ച് നിറം നൽകണം. നൽകൂലേ എല്ലാവരും? ദാ നിങ്ങൾ നിറം നൽകുന്നത് കാത്ത് ടീച്ചർ ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞിക്കോഴിയെ വരച്ച് എല്ലാവരും നിറം നൽകണം. അടുത്ത ക്ലാസ്സിലെ പുതിയ കുറേ കാര്യങ്ങളുമായിട്ട് ടീച്ചർ വരാട്ടോ.